ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വാർഷികാഘോഷ പരിപാടികൾ ഇന്ന് സമാപിക്കുകയാണ്. ഉത്സവ അന്തരീക്ഷത്തിലാണ് കേരളത്തിലെ 14 ജില്ലകളിലും സർക്കാരിൻ്റെ 5ാം വർഷത്തിലേക്കുള്ള പ്രവേശനം ജനങ്ങൾ ആഘോഷമാക്കിയിട്ടുള്ളത്. വലിയ ജനകീയ മുന്നേറ്റമാണ് ഓരോ ജില്ലയിലും നമ്മൾ കണ്ടത്. പ്രധാനപ്പെട്ട വ്യക്തികളുമായി രാവിലെ സംവേദിക്കുകയും വിവിധ വിഷയങ്ങളുമായിട്ട് അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്രയും ദിവസം നല്ല നിലയിലുള്ള വാർഷിക പരിപാടികൾ നടന്നത്. മാത്രമല്ല, പ്രോഗ്രസ് കാർഡ് പ്രസിദ്ധീകരിക്കുന്നതിന് ഗവൺമെൻറ് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ജനകീയ സമീപനം ഗവൺമെൻറ് സ്വീകരിക്കുകയാണ്. ജനങ്ങളുമായി സംവേദിക്കാൻ, വിവിധ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ മേഖലയിലുള്ള പ്രമുഖരുമായി സംവേദിക്കാനും സാധിച്ചു എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ട് തന്നെയാണ് കാണേണ്ടത്. ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ബദൽ സംവിധാനമാണ് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ നയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പൊതുമേഖലയെ തകർക്കുക എന്നത് ആഗോളവൽക്കരണ നിലപാടാണ്. അതിനെതിരായി കാർഷിക മേഖലയിൽ നിന്നും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നെല്ലാം സർക്കാരുകൾ പിന്മാറുക എന്നതും ഇതിൻ്റെ ഭാഗമായിരുന്നു. ആഗോളവൽക്കരണത്തിൻ്റെ ക്ഷേമ പദ്ധതികളെ ആകെ തകർക്കുക, അതെല്ലാം ഗവൺമെൻറ്റിന് വലിയ ബാധ്യത സൃഷ്ടിക്കുന്നതാണ് എന്നതാണ് ആഗോളവൽക്കരണ നിലപാട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കുകയുണ്ടായി. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ടേക്ക് വെച്ച പരിപാടികൾ പലതും പിന്നീട് രാജ്യം അംഗീകരിക്കുന്ന പരിപാടികളായിട്ട് മാറിയിട്ടുണ്ട്. കിഫ്ബിയുടെ പ്രവർത്തനം കേരളത്തിൻ്റെ മാറ്റത്തിൽ, പ്രത്യേകിച്ച് പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നായിട്ട് നിലകൊണ്ടു. ലോക കേരള സഭ വളരെ പ്രത്യേകതയുള്ള ഒരു നയപരമായ തീരുമാനമായിരുന്നു. പ്രവാസികളെ സംബന്ധിച്ച് അവരുടെ ഭാവി ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ ഒരു ഇടപെടൽ. ഫെഡറൽ സംവിധാനത്തിന് വേണ്ടിയുള്ള നല്ല ഇടപെടലാണ് നിയമപരമായിട്ട് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നടത്തേണ്ടി വന്നത്. അഴിമതിരഹിതമായ ഒരു ഗവൺമെൻറ് സംവിധാനം രാഷ്ട്രീയ അഴിമതി പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാനായ സാഹചര്യം, ഇതെല്ലാം മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായ രീതിയിൽ കേരളത്തിന് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ട് വികസന പരിപ്രേക്ഷ്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നീതി ആയോഗിൻ്റെ തന്നെ കണക്കുകളിൽ നിരവധി കാര്യങ്ങളിൽ 1ാം സ്ഥാനം കേരളത്തിലെ ഗവൺമെൻറ്റിന് നേടാൻ സാധിച്ചു. ഫെഡറൽ സംവിധാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ കേരള ഗവൺമെൻറ്റും
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വെച്ചു. സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട വിഭവങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഡൽഹിയിൽ സംഘടിപ്പിക്കാനും കേരളത്തിലുടനീളം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് LDFിൻ്റെ ഭാഗമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും പരസ്പര പൂരകമായ രീതിയിൽ ഫെഡറൽ സംവിധാനത്തിൻ്റെ ആവശ്യകത മുന്നോട്ടേക്ക് വെക്കാൻ സാധിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലുടനീളം കേന്ദ്ര സർക്കാരിൻ്റെ ഈ നയത്തിനെതിരായി യോജിച്ച പ്രക്ഷോഭങ്ങളും പൊതുപരിപാടികളും നടത്തുന്നതിനു വേണ്ടിയും മുൻകൈയെടുത്ത് മുമ്പോട്ടേക്ക് പോകാൻ നമുക്കായി. കോടതി മുഖേനയുള്ള ഫലപ്രദമായ ഇടപെടലും ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു. അർഹതപ്പെട്ട വിഭവങ്ങൾ നമുക്ക് നൽകാതിരുന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ജനങ്ങൾക്കറിയുന്ന, ജനങ്ങളുടെ പൊതുബോധമാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള ശ്രമവും നടത്തി. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള ശക്തിയായ കുരുതൽ. വർഗീയവൽക്കരണ അജണ്ട രാജ്യത്തെമ്പാടും ശക്തിയായിട്ട് നിലനിൽക്കുന്ന സന്ദർഭത്തിൽ അവയ്ക്കെതിരെയുള്ള പ്രതിരോധം തീർക്കാൻ സംസ്ഥാന നിയമസഭ പോലും ശക്തിയായിട്ട് ഇടപെട്ടു. സംസ്ഥാനത്തുടനീളം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കാനും ഗവൺമെൻറ് അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിലയും ഉണ്ടായി. പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയമസഭ പാസാക്കിയിട്ടുള്ള പ്രമേയത്തിൻ്റെ ഉള്ളടക്കം മതനിരപേക്ഷതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ ശക്തിപ്പെടുത്താൻ നടത്തിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ ഒരു വർഗീയ സംഘർഷവും നടത്താൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച് മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ പൊതുമനസ്സ് ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് നയിക്കാൻ കേരള ഗവൺമെൻറ്റിനായി, ഇടതുപക്ഷ ശക്തികൾക്കായി എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ആഗോളവൽക്കരണ നയത്തെ ശക്തിയായിട്ട് എതിർക്കുമ്പോഴും ഫെഡറലിസത്തെ തകർക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ തുറന്നു കാണിക്കുമ്പോഴും ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി രാജ്യത്തെ മാറ്റുന്നതിനു വേണ്ടി സംഘപരിവാർ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കുമ്പോഴുമെല്ലാം LDF സർക്കാർ വളരെ വ്യക്തതയോടുകൂടിയാണ് ജനങ്ങളെ ഇതിൻ്റെ പിന്നിൽ അണിനിരത്തിയിട്ടുള്ളത്. പൊതുവായിട്ട് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ എതിർദിശയിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. ആ ദിശയിൽ വർഗീയതക്കെതിരായും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുമുള്ള മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും വർഗീയ ശക്തികൾക്കെതിരായുമുള്ള പോരാട്ടം, അതിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സർക്കാരായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മാറിയത്. കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും, സർവതല സ്പർശിയായ മേഖലകളിൽ വലിയ വളർച്ചയുണ്ടാക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറാൻ പോവുകയാണ്.